നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവരെ കണിമംഗലത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു? മുത്തശ്ശിയുടെയും അമ്മയുടെയും ഐക്യം. അവരൊന്നിച്ചു നിന്നല്ലേ നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഇപ്പൊ അവർക്കിടയിൽ ഭിന്നിപ്പായി. എന്തേലും പറ്റുമോ മോളെ? കാല് ചെറുതായിട്ടൊന്ന് പൊള്ളി. പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോ വിളക്കിന്ന് തീ പിടിക്കുകയായിരുന്നു. കണ്ടോ അമ്മേ, അപശകനം കണ്ടോ? ഭഗവാൻ പോലും പൊറുക്കില്ലെന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെ അല്ലല്ലോ കൽപ്പനെ. ഭഗവാന് പോലും നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങള് പ്രിയങ്ക പറഞ്ഞു കാണും. അതിനുള്ള ശിക്ഷ തത്സമയം കൊടുത്തും കാണും. അത്രേ ഉള്ളൂ. കേട്ടോ അമ്മ, ഈ സമയത്ത് പോലും മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുക. ഇതാ ഞാൻ പറഞ്ഞത്, പൊള്ളലേൽക്കല്ല. ഞാൻ ഇവിടെ കിടന്ന് കത്തി തീർന്ന പോലും എന്നെ കുറിച്ച് ഇവിടെ ആരും ചോദിക്കുക പോലും ഇല്ല. ആദ്യം നല്ല മനസ്സ് വേണം. നമ്മൾ നന്നാവാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരെ നശിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴാ നമ്മളും ചീത്തയാവുന്നത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇവളാ കണിമംഗലത്തെ മരുമകൾ. ഇവൾക്ക് വേണ്ടിയാ നമ്മൾ സംസാരിക്കേണ്ടത്. മോള് വാ, അമ്മ മരുന്ന് വെച്ചേരാം. വേണ്ടമ്മ, അതങ്ങനെ കിടന്നോട്ടെ. പഴുക്കാണെങ്കിൽ പഴുത്തോട്ടെ. ദേ, മോളോട് വരാനാ പറഞ്ഞത്. നിന്നെ ഇവിടെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. വാ വാ. കൽപ്പനെ, പത്മിനി അടുത്തേക്ക് എന്തോ ഒരു മാറ്റം പോലെ. അമ്മയെ എതിർത്ത് സംസാരിക്കാൻ പോലും ഒരു മടിയില്ലാത്ത പോലെ. പ്രിയങ്ക മിടിക്കല്ലേ ചെറിയമ്മേ. കഴിഞ്ഞ കുറച്ചു സമയത്തിനുള്ളിൽ അമ്മയെ അവള് കയ്യിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അവൾക്കുള്ള അവസരമല്ല, നമുക്കുള്ള അവസരം. എന്ന് പറഞ്ഞ ഇതുവരെ കണിമംഗലത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു? മുത്തശ്ശിയുടെയും അമ്മയുടെയും ഐക്യം. അവരൊന്നിച്ചു നിന്നല്ലേ നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഇപ്പൊ അവർക്കിടയിൽ ഭിന്നിപ്പായി. അത് മതി. അതിന് പ്രിയങ്ക ഒരു കാരണം മാത്രം. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അതിലെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നല്ലതിന്. ഹലോ ഹലോ ഉപരാഷ്ട്രപതി വരുന്നതിന്റെ മോക്ക് ട്രയലോ മറ്റോ? എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു.
ടൈം തെറ്റില്ലല്ലോ. നോ സാർ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയേക്കല്ലേ? വരൂ സാർ. ഹായ് സാർ. വിശാൽ, തന്റെ ആ തെലുങ്ക് മൂവി ഞാൻ കണ്ടിരുന്നു. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അത് 100 കോടി ക്ലബിലെത്തി. വിത്തിൻ 1 വീക്ക് നമുക്ക് നമ്മുടെ പടം എത്തിക്കണം. സാർ, ഇത് രാധിക. നമുക്കെന്നാ പൂജ തുടങ്ങിയാലോ? എങ്കിൽ പിന്നെ തിരികൊളുത്താം. ആരാ ആദ്യം തെളിയിക്കുന്നേ? വിശാൽ. ഹേയ് നോ, ആദ്യത്തെ തിരി ഐശ്വര്യമുള്ള കൈകൊണ്ട് തന്നെ ആവട്ടെ. ഇവിടുത്തെ ഏറ്റവും സുന്ദരിയും ഐശ്വര്യമുള്ളതും രാധികയ്ക്കല്ലേ? രാധിക കത്തിച്ചോളും. സാർ, ഇനി സാറ് വേണം ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ. ആയിക്കോട്ടെ. വളരെ ലളിതമായൊരു പൂജയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സന്തോഷത്തോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി, ആളുകൾ ചർച്ച ചെയ്യപ്പെടുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. താങ്ക് യു ഓൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.